ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം നൽകി ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത ഓൺലൈൻ റീറ്റെയിൽ ഭീമനായ ആമസോൺ അമേരിക്കയിലെ തങ്ങളുടെ സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ വില രഹസ്യമായി വർദ്ധിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ നടത്തിയ ആഴത്തിലുള്ള പഠനത്തിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. ഈ നീക്കം കേവലം ഒരു വിലവർദ്ധനവ് എന്നതിലുപരി കോർപ്പറേറ്റുകളുടെ ധാർമ്മികതയെയും ഉപഭോക്തൃ ബന്ധങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇ-കൊമേഴ്സ് ഡാറ്റാ സ്ഥാപനമായ ട്രജക്ട് ഡാറ്റയുടെ കണക്കുകൾ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ആമസോൺ തങ്ങളുടെ ഏറ്റവും സാധാരണവും നിത്യോപയോഗപ്രദവുമായ 1200 ഗാർഹിക ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഡിയോഡ്രന്റ്, പ്രോട്ടീൻ ഷേക്കുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിചരണത്തിനുള്ള സാധനങ്ങൾ തുടങ്ങിയ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ വില കൂട്ടിയത്. എന്നാൽ ഇതേ സമയം അവരുടെ പ്രധാന എതിരാളിയായ വാൾമാർട്ട് സമാനമായ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം 2% വില കുറയ്ക്കുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ്. ഇത് ആമസോണിന്റെ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുന്നു. ജനുവരി 20-നും ജൂലൈ 1-നും ഇടയിൽ ഏകദേശം 2500 ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വില വർധനവ് കണ്ടെത്തിയത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ആമസോണിന്റെ വ്യാപകമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നും പഠനം സൂചിപ്പിക്കുന്നു. താരിഫുകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആമസോണിന്റെ ഈ നടപടി എന്നതും പ്രാധാന്യമർഹിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിലെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ 5 മാസത്തിനിടയിലെ ഏറ്റവും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതിന് പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ നയങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തിയത് പല കമ്പനികൾക്കും വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കി. ഈ അധിക ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാനുള്ള ഒരു മാർഗമായി പല കമ്പനികളും വിലവർധനവിനെ കാണുന്നു. മെയ്ഡ് ഇൻ USA എന്ന് രേഖപ്പെടുത്തിയ രാജ്യത്ത് തന്നെ നിർമ്മിച്ച സാധനങ്ങൾക്ക് പോലും വില കൂടിയിട്ടുണ്ട്. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്കും ഇറക്കുമതി ചെയ്ത ഭാഗങ്ങൾ ഉപയോഗിച്ച് രാജ്യത്ത് കൂട്ടിച്ചേർത്ത സാധനങ്ങൾക്കും ഇതിലും വലിയ വിലക്കയറ്റമുണ്ടായി. ഇത് ആഗോള വിതരണ ശൃംഖലയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെയും അതിന്റെ ആത്യന്തിക ഭാരം ഉപഭോക്താവിലേക്ക് എത്തുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. ആമസോൺ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ താഴ്ന്ന വിലകളിലൂടെയാണ് ഉപഭോക്താക്കളെ ആകർഷിച്ചത്. എർത്ത്സ് മോസ്റ്റ് കസ്റ്റമർ സെൻട്രിക് കമ്പനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആമസോൺ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച അനുഭവം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ രഹസ്യമായി വില വർദ്ധിപ്പിക്കുന്നത് ഈ അവകാശവാദത്തിന്മേൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ലാഭം നേടാനുള്ള ശ്രമമാണിതെന്ന വിമർശനമാണ് ഉയരുന്നത്. വിപണിയിലെ തങ്ങളുടെ ആധിപത്യം ഉപയോഗിച്ച് ആമസോൺ വിലവർദ്ധനവ് നടത്തുന്നതായി പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള ഡാറ്റാ വിശകലനത്തിലൂടെയും കൃത്രിമ ബുദ്ധിയിലൂടെയും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശീലങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ആമസോണിന് സാധിക്കുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വിലകൾ ക്രമീകരിക്കാനും പരമാവധി ലാഭം നേടാനും കഴിയും. എതിരാളികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് മറ്റ് വഴികളില്ലാത്തതിനാൽ ഉയർന്ന വില നൽകാൻ നിർബന്ധിതരാകും. ഈ വില വർധനവ് ആമസോണിന്റെ ഉപഭോക്തൃ അടിത്തറയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം. ഉപഭോക്താക്കൾക്ക് ആമസോണിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കാം. പ്രത്യേകിച്ചും വാൾമാർട്ട് പോലുള്ള എതിരാളികൾ വില കുറയ്ക്കുമ്പോൾ ഉപഭോക്താക്കൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് ആമസോണിന്റെ വിപണി വിഹിതത്തെയും വരുമാനത്തെയും ദോഷകരമായി ബാധിക്കും. കൂടാതെ ഇത് സർക്കാർ റെഗുലേറ്ററി ബോഡികളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. വിപണിയിലെ കുത്തക പ്രവണതകളെയും അന്യായമായ കച്ചവട രീതികളെയും കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം. യൂറോപ്പിലും അമേരിക്കയിലും ആമസോൺ ഇതിനകം തന്നെ പല ആന്റി ട്രസ്റ്റ് അന്വേഷണങ്ങളും നേരിടുന്നുണ്ട്. ഈ പുതിയ കണ്ടെത്തലുകൾ ആ അന്വേഷണങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ആമസോണിന്റെ ഈ രഹസ്യ വിലവർദ്ധനവ് കേവലം ഒരു സാമ്പത്തിക വിഷയത്തിനപ്പുറം കോർപ്പറേറ്റുകളുടെ ഉത്തരവാദിത്തം, ഉപഭോക്തൃ സംരക്ഷണം, വിപണിയിലെ മത്സര നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഉപഭോക്താക്കളോടുള്ള സുതാര്യതയും വിശ്വാസ്യതയും നിലനിർത്തുന്നതിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ ആമസോൺ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ഇത് വിപണിയെ എങ്ങനെ മാറ്റുമെന്നതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.